എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ മെയിനായിട്ട് കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് നെതർലൻഡ്സിൽ PhD ചെയ്യുന്നത്, PhD ഒരു ജോലിയാണോ, പിന്നെ നെതർലൻഡ്സിൽ എങ്ങനെയാണ് PhDക്ക് പൊസിഷൻ കണ്ടുപിടിച്ചത്, അങ്ങനെ PhD റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്നൊരു നെതർലൻഡ്സിലെ PhD എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. ഇനി ഈ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇപ്പം എന്നെ അറിയില്ലെങ്കിൽ, ഞാൻ അശ്വതി. ഞാനിവിടെ നെതർലൻഡ്സിൽ 4th ഇയർ ഒരു PhD സ്റ്റുഡൻ്റാണ്. ഇവിടെ അമോൾഫ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ എൻ്റെ PhD ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വൈ നെതർലൻഡ്സ്? എന്തുകൊണ്ടാണ് നമ്മൾ നെതർലൻഡ്സിൽ PhD ചെയ്യാൻ തീരുമാനിച്ചത്? ഒന്ന്, യൂറോപ്പിൽ നല്ല ഹൈ ക്വാളിറ്റി റിസർച്ച് എൻവയോൺമെൻ്റ് ആണ്. ഒന്നത് നല്ല പൈസയുണ്ട് ഇവർ ഒരു ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സയൻസിൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം പോലെ പൈസയുണ്ട്. അപ്പം ആ പൈസ ഉള്ളതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി ഓഫ് റിസർച്ചും കൂടുതലാണ്. പിന്നെ നെതർലൻഡ്സ്, എസ്പെഷ്യലി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആംസ്റ്റർഡാമിൽ കുറച്ചും കൂടെ നല്ലപോലെ ഇൻ്റർനാഷണൽ കൾച്ചറാണ്. അപ്പം നമ്മളിപ്പം PhD ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഡച്ച് അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പോൾ ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. ഇപ്പം എൻ്റെ സാറിനോട് സംസാരിക്കുന്നത്, ഗ്രൂപ്പ് മീറ്റിംഗ്, ടെക്നീഷ്യൻസിനോട് സംസാരിക്കുന്നത് ഒക്കെ ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ്, ഇപ്പം നമ്മൾ PhD ചെയ്യുന്ന, ഞാൻ നാട്ടിൽ ചെയ്യുന്നതൊക്കെ ആലോചിക്കുന്ന സമയത്ത്, ഞാൻ നാട്ടിൽ ചെയ്യുന്ന മോശം എന്നല്ല പറയുന്നത്, ഒരു 9 to 5 ജോബായിട്ടല്ല തോന്നുന്നത്. നമ്മളിങ്ങനെ PhD ചെയ്തുകൊണ്ടേയിരിക്കും. ഈവൻ നമ്മളൊരു മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇങ്ങനെ രാവുന്നില്ല പകലുന്നില്ല, അങ്ങനെ ഫുൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ചെയ്യാൻ നമ്മൾ കുറച്ച് ഫോഴ്സ്ഫുള്ളും ആണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊരു 9 to 5 ജോബ് പോലെയാണ്. ഇപ്പം അതിൽ നമ്മുടെ ലാബോ നമ്മുടെ ഗ്രൂപ്പോ അനുസരിച്ച് അതിലൊരു മാറ്റം വരാം. അപ്പം ചിലർ നമ്മളോട് കൂടുതൽ നേരം വർക്ക് ചെയ്യാൻ ഡിമാൻഡ് ചെയ്യുന്ന ചില ഗ്രൂപ്പുകൾ ഉണ്ടാവും. എന്നാൽ അങ്ങനെയൊന്നും വേണ്ട, കറക്റ്റ് സമയത്ത് മാത്രം വർക്ക് ചെയ്താൽ മതി എന്നുള്ളതുണ്ടാവും. പിന്നെ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ ഞാൻ അവിടെ എത്തണമെങ്കിൽ ഞാൻ തന്നെ കുറേ കൂടെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു സ്വമേധയാ നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു 9 to 5 ജോബ് തന്നെയായിട്ടാണ് PhD ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രണ്ടിടത്തു നിന്നായിരുന്നു ഏകദേശം ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നത്. ഒന്ന് പോളണ്ടും ഒന്ന് നെതർലൻഡ്സും ആയിരുന്നു. അപ്പം അതുലിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട്, അപ്പോൾ അതുലിനൊരു കുറച്ചും കൂടി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്ഥലമാകുമ്പം അതുലിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടെ കുറച്ചും കൂടി ഈസിയർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് നമ്മൾ നെതർലൻഡ്സ് ചൂസ് ചെയ്തത്. പിന്നെ അഡീഷണലായിട്ട് നെതർലൻഡ്സിൽ ഒരു 30% റൂളിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സാലറിയുടെ 30% നമ്മൾ ടാക്സ് കൊടുക്കണ്ട. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് വിസ കിട്ടുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ ഒരു PhD പൊസിഷൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആ ഓപ്പൺ പൊസിഷന് ഇവിടുന്ന് ലോക്കലായിട്ട് ആരെയും ഹയർ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. അങ്ങനെ അവർ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവർ ഇൻ്റർനാഷണൽസിനെ ഹയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽസിനെ ഇപ്പോൾ നമ്മുടെ ഒരു ഹൈലി സ്കിൽഡ് ആളായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് HSM വിസയാണ് കിട്ടുക. അപ്പോൾ ആ വിസയാണെങ്കിൽ നമുക്ക് നമ്മുടെ സാലറിയുടെ 30% ടാക്സ് കൊടുക്കണ്ട. പിന്നെ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ഈ അഡീഷണൽ ബെനിഫിറ്റ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. പക്ഷേ അതിങ്ങനെ ഓരോ ഗവൺമെൻറ് മാറി വരുമ്പോൾ അതിൻ്റെ കാലയളവും എത്ര കാലം കിട്ടും എന്നുള്ളതൊക്കെ മാറി വരുന്നുണ്ട്. പണ്ട് 10 കൊല്ലം കിട്ടുമായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തപ്പം 5 കൊല്ലമാണ് കിട്ടുന്നത്. ഇനി പോകെ അത് മാറി വരുമായിരിക്കും. ബട്ട് സ്റ്റിൽ 30% റൂളിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അടുത്തത്, ഈസ് PhD പെയ്ഡ്? PhDക്ക് നമുക്ക് പൈസ കിട്ടുമോ എന്നുള്ളത്. അതായത് ഇവിടെ PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറോ മറ്റൊരു ഡിസൈനറോ അങ്ങനെ ജോലി ചെയ്യുന്ന പോലെ ഒരു സാധാ ജോലി തന്നെയായിട്ടാണ് ഇവിടെ PhD കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 40 hours എ വീക്ക്, മൺഡേ ടു ഫ്രൈഡേ നമ്മളൊരു 8 മണിക്കൂർ വീതം പണിയെടുത്താൽ 8 × 5 40 മണിക്കൂർ, 40 hours വീക്കാണ് നമുക്ക്, അവേഴ്സ് പെർ വീക്കാണ് നമുക്ക് കോൺട്രാക്റ്റ് കിട്ടുക. പിന്നെ നമുക്ക് സാലറി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ വരുന്ന സമയത്ത് പല റേഞ്ചിലാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ഒരു 4th ഇയർ വരെ നമുക്ക് സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 2500 മുതൽ ഒരു 3400 യൂറോസ് വരെ. ഇത് ഞാൻ പറയുന്നത് നെറ്റ് അല്ല, ഗ്രോസ് ആണ്. അപ്പോൾ അതിൽ ടാക്സ് കഴിഞ്ഞിട്ടുള്ള പൈസയാണ് നമുക്ക് കിട്ടുക. അതായത് ഒരു 2500 മുതൽ 3400 യൂറോ വരെ കിട്ടും നമുക്ക് മാസം. പിന്നെ അതിൽ ടാക്സ്, പെൻഷൻ, സോഷ്യൽ സെക്യൂരിറ്റി അതൊക്കെ പിടിക്കും, ഇൻഷുറൻസ് അതൊക്കെ പിടിച്ചിട്ട് ബാക്കി പൈസയാണ് നമുക്ക് കിട്ടുക. അപ്പം ഏതൊരു ജോലിക്കുള്ള പോലെ നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭാവിയിൽ ഇവിടെ നിന്ന് നമ്മളൊരു 70 വയസ്സൊക്കെ ആയി, നമുക്ക് 70, ഇവിടെ എത്രയാണ് പെൻഷൻ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ 70 ആവുന്ന സമയത്ത് നമുക്ക് പെൻഷൻ കിട്ടേണ്ട സമയത്ത് പെൻഷനും കിട്ടും. അതായത് നമ്മളൊരു സാധാ ജോലി എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഒരു ജോലിയായിട്ടാണ് ഇവിടെ PhDനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അടുത്തത്, വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ്? PhDക്കുള്ള റിക്വയർമെൻറ്റ്സ് എന്താണ്?
അപ്പം ഇവിടെ ഇവർ നോക്കുന്നത്, ഇവിടെ പൊതുവെ PhD ക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് മാസ്റ്റേഴ്സ് വേണം. അതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ആണ്. അതായത് BSc-യും MSc-യും കൂടെ ഒരുമിച്ചിട്ട് 5 വർഷത്തെ കോഴ്സ്. അങ്ങനെ ആവാം. അല്ലെങ്കിൽ നിങ്ങൾ BSc സെപ്പറേറ്റ് 3 വർഷം ചെയ്തിട്ട് പിന്നെ മാസ്റ്റേഴ്സ് 2 വർഷം ആവാം. പിന്നെ ഇപ്പോൾ BSc ചെയ്ത ടോപ്പിക് അല്ലാതെ വേറെ മാസ്റ്റേഴ്സ് ചെയ്തതാവാം. അപ്പോൾ അതായത് നമുക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. ആ ഡിഗ്രിയാണ് ഇവർ നോക്കുന്നത്. പിന്നെ എനിക്ക് വരുന്ന കുറച്ച് ചോദ്യമാണ്, അയ്യോ നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലല്ല പഠിച്ചത്, അതായത് IIT NIT അല്ലെങ്കിൽ IISER അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും അല്ല പഠിച്ചത്, അപ്പം നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടുമെന്ന്. അപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കാണ് IIT NIT അല്ലെങ്കിൽ IISER ഒക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് അറിയാം. ഇപ്പം എൻ്റെ സാറിനെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT ഇറ്റ്സ് ജസ്റ്റ് അനദർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പം അതിനെപ്പറ്റി അറിയാവുന്നവർ ചിലരുണ്ടാവും. ഇപ്പം ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയുന്നവർക്ക് അറിയായിരിക്കും IIT ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അതിനൊരു സോ കോൾഡ് വാല്യൂ ഉണ്ട് എന്നത്. പക്ഷെ അതല്ലാത്ത ഒരു സാധാരണ ഇത് അറിയില്ലാത്ത PI എന്ന് പറഞ്ഞാൽ പ്രൊഫസേഴ്സ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നു എന്നുള്ളത് അവർക്ക് മാറ്ററേ അല്ല. അപ്പോൾ എൻ്റെ സാറ് ഇവിടെ ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സാർ എന്നോട് ചോദിക്കും, ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ആ ഗ്രൂപ്പിലൊരു ഇന്ത്യക്കാരി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരോടൊരു അഭിപ്രായം ചോദിക്കും. അപ്പോൾ അവർക്ക് IIT എന്ന് പറയുമ്പോൾ IIT ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് വരുന്നത്, ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നോ അല്ലെങ്കിൽ ഒരു എയ്ഡഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരുന്നോ ഉള്ളതൊന്നും മാറ്റർ അല്ല. നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് വേണം. മാസ്റ്റേഴ്സിൽ ഇവരുദ്ദേശിക്കുന്ന ഒരു ഗ്രേഡ് വേണം. ഇപ്പോൾ CGPA ആയിരിക്കില്ലേ, എത്രയാണോ ഔട്ട് ഓഫ് 10 ആണെങ്കിൽ ആ CGPA നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. പിന്നെ നമുക്ക് സ്കോർ കാർഡ്, അത് ഇവരെപ്പോഴും ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ സ്കോർ കാർഡിലാണല്ലോ നമുക്ക് ഓരോ കോഴ്സിനും എത്രത്തോളം മാർക്ക് നമുക്കുണ്ട്, നമ്മൾ ഏതൊക്കെ കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കോർ കാർഡും ഡെഫിനറ്റ്ലി വെക്കണം. പിന്നെ ഇവർ നോക്കുന്നൊരു കാര്യമാണ്, അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മളൊരു സാധാ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലാണ് നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കിപ്പം അവിടെ നല്ല സൗകര്യമുണ്ട്, നമുക്ക് നല്ലൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ തന്നെ നമ്മൾ മാസ്റ്റർ തീസിസ് ചെയ്താൽ മതി. പക്ഷെ അതല്ല, അവിടെ എത്ര സൗകര്യം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്റ്റേഴ്സിൻ്റെ സമയത്ത് നിങ്ങൾ പുറത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ IISER അല്ലെങ്കിൽ IIT NIT അവിടെയൊക്കെ പോയിട്ട് ആ ഒരു ലാബിൽ നിന്നുള്ളൊരു എക്സ്പോഷർ നമുക്കൊരു 3 മാസമോ അല്ലെങ്കിൽ ഒരു 6 മാസമോ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലാബ് എക്സ്പീരിയൻസ് നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഈ 3 റിക്വയർമെൻ്റ് ആണ് മെയിനായിട്ട് വേണ്ടത്. അല്ലാതെ ഇവിടെ ഇപ്പം നമ്മളോട് പൊതുവെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും നമുക്ക് TOEFLോ IELTS സ്കോറോ അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. നമുക്ക് മാസ്റ്റേഴ്സ് വേണം, പിന്നെ ഈ പറഞ്ഞ പോലെ സ്കോർ കാർഡിൽ നമ്മുടെ ഗ്രേഡുകളെല്ലാം കാണണം, പിന്നെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു മാസ്റ്റർ തീസിസ് ചെയ്തിട്ടുണ്ടാവണം. അടുത്തത് ഹൗ ലോങ് ഇസ് ദ PhD. ഇവിടെ പൊതുവെ നമുക്കൊരു 3.5 വർഷം മുതൽ 4 വർഷം വരെയാണ് PhD. അപ്പോൾ 4 വർഷത്തെ കോൺട്രാക്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ 4 വർഷത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവേറ്റ് ആവണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് നടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീസിസ് നമ്മൾ ആ 4 വർഷത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് തീസിസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 14 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡിഫൻസ് ഉണ്ടാവുക. ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറിമണിയിലാണ് നമ്മൾ അത് നല്ലൊരു പരിപാടി കേട്ടോ. ഇവിടുത്തെ നെതർലൻഡ്സിലേക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇവിടുത്തെ ഡിഫൻസ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പോഡിയത്തിൽ നിൽക്കും, എന്നിട്ട് നമ്മുടെ കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി നമ്മളോട് നമ്മുടെ തീസിസിനെ ആസ്പദമാക്കിയിട്ട് 45 മിനിറ്റ് സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിന് ഉത്തരം പറയുക. എന്നിട്ട് 45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പെർഫോം ചെയ്തത് അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ PhD കിട്ടും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് ആ കോൺട്രാക്റ്റ്, അതായത് ഇവിടെ ഇപ്പോൾ നമുക്കൊരു ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ ആ കോൺട്രാക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടുക 4 വർഷത്തേക്കാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഹൗ ടു അപ്ലൈ ഫോർ എ PhD പൊസിഷൻ. ഇവിടെ PhD എന്ന് പറയുന്നത് അതൊരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന പോലെ അല്ല, അതല്ലാതെ മറിച്ചൊരു ജോബ് വേക്കൻസി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ജോബ് എവിടെയാണ് നമ്മൾ തപ്പുക, ലിങ്ക്ഡിൻ ഉണ്ടാവും, പിന്നെ ഇൻഡീഡ് ഉണ്ടാവും. പിന്നെ അതിന് പുറമെ നെതർലൻഡ്സിൽ ഏറ്റവും കൂടുതൽ ജോബ് അല്ലെങ്കിൽ ഈ PhD വേക്കൻസീസ് ഇടുന്ന സ്ഥലമാണ് അക്കാഡമിക് ട്രാൻസ്ഫർ. അക്കാഡമിക് ട്രാൻസ്ഫറിലാണ്, അതായത് ഇപ്പം എൻ്റെ കൊളീഗ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ലിങ്ക്ഡിനിലും അല്ലെങ്കിൽ ഇൻഡീഡിലും ഒന്നും അല്ല അവരുടെ പൊസിഷൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അക്കാഡമിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് അക്കാഡമിക് ട്രാൻസ്ഫറിൽ നോക്കിയിട്ട് ഒക്കെ നെതർലൻഡ്സിലെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏതൊക്കെ പൊസിഷനാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതുവഴി അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ CV,
ഓഫ് കോഴ്സ് വേണ്ടി വരും. പിന്നെ നമ്മുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ സ്കോർ കാർഡ്, പിന്നെ ഒരു മോട്ടിവേഷൻ ലെറ്റർ. അപ്പോൾ ഇപ്പോൾ മോട്ടിവേഷൻ ലെറ്റർ ഒക്കെ ഭയങ്കര അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള മോട്ടിവേഷൻ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഓക്കെ ഇതൊരു AI ജനറേറ്റഡ് സാധനമാണെന്ന്. നമ്മൾ ആ മോട്ടിവേഷൻ ലെറ്റർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ പൊസിഷന് ഫിറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു ഓപ്പൺ പൊസിഷൻ ഞാൻ കണ്ടു, എന്തുകൊണ്ടാണ് ഞാനിവിടെ ഫിറ്റ് ആവുന്നത്, ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെയായിരുന്നു, ഞാൻ ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ ഈ പൊസിഷന് ഫിറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആവാം. ഇനി അതല്ലെങ്കിൽ തന്നെ ഈ ഓപ്പൺ പൊസിഷനിൽ ഇതൊക്കെയാണല്ലോ നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, ഇതൊക്കെ ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്, അങ്ങനെയാവാം. അപ്പോൾ ഈ 2 രീതിയിൽ ഈ 2 കഥയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഇത് മാത്രമല്ലാതെ നമുക്കിപ്പം കുറച്ച് യൂണിവേഴ്സിറ്റികളോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ പേര് നമുക്കറിയാമെങ്കിൽ അത് ചുമ്മാ ഗൂഗിൾ ചെയ്തിട്ട് അവരുടെ ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അമോൾഫിൽ ഓപ്പൺ പൊസിഷൻസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഓപ്പൺ പൊസിഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഓപ്പൺ പൊസിഷൻസ് നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓരോ യൂണിവേഴ്സിറ്റിയുടെ കരിയർ പോർട്ടൽസ് ഉണ്ടാവും, അപ്പോൾ അതിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നെതർലൻഡ്സിലെ കുറച്ച് യൂണിവേഴ്സിറ്റികൾ, ഇപ്പം എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ എല്ലാം, അപ്പം എനിക്കറിയാവുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികളുടെയും ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും പേര് പറഞ്ഞുതരാവേ, അതൊന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങൾക്ക് ആ പേരടിച്ചിട്ട് അവിടെ ഓപ്പൺ പൊസിഷൻസ് ഉണ്ടോയെന്നും കൂടെ നോക്കാമല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ PhD ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാം, പിന്നെ ലൈഡൻ യൂണിവേഴ്സിറ്റി, ഉത്രട്ട് യൂണിവേഴ്സിറ്റി, റാഡ്ബൗണ്ട് യൂണിവേഴ്സിറ്റി, ഫ്രൈ യൂണിവേഴ്സിറ്റി ആംസ്റ്റർഡാം, മാസ്ട്രിക്റ്റ് യൂണിവേഴ്സിറ്റി, എറാസ്മസ് യൂണിവേഴ്സിറ്റി റോട്ടർഡാം, പിന്നെ മാത്രമല്ല ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റി, ഐൻഡോവൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, യൂണിവേഴ്സിറ്റി ഓഫ് ട്വെൻഡെ, വാഹനിംഗൻ യൂണിവേഴ്സിറ്റി ആൻഡ് റിസർച്ച്. അപ്പോൾ ഈ വാഹനിംഗനിലൊക്കെ അഗ്രികൾച്ചർ, ഫുഡ് സയൻസ് അങ്ങനെയൊക്കെയാണ്. ഐൻഡോവനിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, AI, ഫോട്ടോണിക്സ് ആണ്. അപ്പോൾ അത് ഏതാണ് നമുക്ക് താല്പര്യമുള്ളതെന്നനുസരിച്ചിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി അപ്ലൈ ചെയ്യാം. ഇനി അത് മാത്രമല്ല, ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിലാണ് എൻ്റെ അഫിലിയേഷൻ എങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ NWO എന്ന് പറഞ്ഞിട്ട് അതൊരു നാഷണൽ റിസർച്ച് ഫണ്ടിങ് ഏജൻസിയാണ്. അപ്പോൾ അവരുടെ കീഴിലൊരു 9 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളത്, ആക്ച്വലി 8. അപ്പം നിയോസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് സീ റിസർച്ചിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആസ്ട്രോൺ, റേഡിയോ ആസ്ട്രോണമി, SRON സ്പേസ് റിസർച്ചിന്, പിന്നെ നിക്കഫ് സബാറ്റോമിക് ഫിസിക്സ്, അമോൾഫ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഫിസിക്സ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ ബയോഫിസിക്സ് ആയിട്ടുള്ളത്, പിന്നെ ARCNL നാനോലിത്തോഗ്രഫി, ഡിഫർ ഫ്യൂഷൻ എനർജി, CWI മാത്സ് കമ്പ്യൂട്ടർ ക്രിപ്റ്റോഗ്രഫി. അപ്പോൾ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റീസ് നോക്കാം, എന്നിട്ട് യൂണിവേഴ്സിറ്റീസിൽ ഓപ്പൺ പൊസിഷൻസ് ഉണ്ടോ നോക്കാം, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് അവിടെ അവൈലബിൾ ആണോ നോക്കുക. അത് മാത്രമല്ല ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൂടെ നോക്കാം. പിന്നെ നമ്മൾ PhD ചെയ്യുന്ന ടോപ്പിക് അനുസരിച്ച് നമ്മുടെ വർക്ക് ഹൈബ്രിഡ് ആണോ അല്ലെങ്കിൽ ഓൺസൈറ്റ് ആണോ എന്നുള്ളതൊക്കെ മാറുമേ. ഇപ്പം ഞാൻ ചെയ്യുന്നത് എക്സ്പെരിമെൻ്റൽ ഫിസിക്സിലാണ്. അപ്പം എനിക്ക് എല്ലാ ദിവസവും മിക്കവാറും ഓഫീസിൽ പോകണം എക്സ്പെരിമെൻറ്റ്സ് ചെയ്യേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം ഞാനൊരു പേപ്പർ എഴുതുന്ന ഒരു സ്റ്റേജിലൊക്കെ ആണെങ്കിൽ എനിക്ക് അത് വീട്ടിലിരുന്നിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളൊരു ഇപ്പോൾ തിയറട്ടീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എവിടെ വേണമെങ്കിലും വർക്ക് ഫ്രം ഹോമും എവിടെ ഇരുന്ന് ഒരു ലാപ്ടോപ്പും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലാബിലോ അല്ലെങ്കിൽ ഓഫീസിലോ പോകണം എന്നില്ല, നമ്മുടെ വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ അറ്റ്മോസ്ഫിയർ, ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഇവിടെ ഇപ്പോൾ നെതർലൻഡ്സിലാണെങ്കിൽ ഫുള്ളി ഡച്ച് ആവണമെന്നില്ല. ഇപ്പോൾ ഡച്ചുകാരുണ്ടാവും, ഇന്ത്യൻസ് ഉണ്ടാവും, സ്പാനിഷുകാരുണ്ടാവും, ഇറ്റാലിയൻസ് ഉണ്ടാവും, ഫ്രഞ്ചുകാരുണ്ടാവും. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടുമല്ലോ. അതും ഇപ്പം നമ്മൾ പുറത്ത് PhD ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ആഫ്റ്റർ ഓൾ ഇപ്പോൾ എത്ര യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ PhD എന്ന് പറയുന്നത് നമ്മൾ ഏത് ഗ്രൂപ്പിൽ ചെയ്യുന്നു, ഏത് സാറിൻ്റെ കൂടെ ഏത് PAയുടെ കീഴിൽ ചെയ്യുന്നു എന്നുള്ളതിന് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മളൊരു നല്ല ഗ്രൂപ്പാണ്, അവിടെ ഒരു വർക്കിംഗ് കൾച്ചർ നല്ലതാണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നമുക്ക് അത്ര സ്ട്രെസ്സ് തരുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ PhD നല്ലപോലെ പോകും. പക്ഷേ ഇപ്പം നമ്മൾ ഭയങ്കര അടിപൊളി യൂണിവേഴ്സിറ്റിയാണ്, ആ ഗ്രൂപ്പ് ഭയങ്കര ടോക്സിക് ആണെങ്കിൽ നമ്മുടെ PhD നമ്മുടെ മൊത്തത്തിലുള്ള ലൈഫ് തന്നെ അധോഗതിയാവും. അപ്പം നമ്മൾ ഒരു PhDക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ പറ്റുന്ന അത്രയും ഒരു റിസർച്ചൊക്കെ ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ കേസിൽ സംഭവിക്കുകയാണ്, ഞാനൊരു ജർമ്മനിയിലൊരു PhD ചെയ്യാൻ ശ്രമിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് നടന്നില്ല. അപ്പോൾ എനിക്ക് ആ പൊസിഷൻ ക്വിറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിൽ പോയി പിന്നെ ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്ത് വന്നതാണ് നെതർലൻഡ്സിൽ. ഇത് സോഫാർ കുഴപ്പമില്ലാതെ പോകുന്നു, നമുക്ക് നോക്കാം. ഇപ്പം 3.5 വർഷമായി. ഇനി ഒരു 6 മാസം കൂടെ, ഇന്ന് വീഡിയോ എടുക്കുന്ന ഈ ദിവസം നമുക്ക് ഇനി 6 മാസം കൂടെയാണ് എൻ്റെ PhD തീർക്കാൻ ഉള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നെതർലൻഡ്സിലെ PhD ഒരു കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഇതിൻ്റെ ഈ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടോ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് പറ്റുന്ന ഉത്തരം ഞാൻ തരാൻ ശ്രമിക്കാം. പിന്നെ വാട്ട് ഈസ് ടു ഡു എ PhD? ഇപ്പം കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, മടുത്തില്ലേ, പഠിച്ച് കഴിഞ്ഞില്ലേ, എത്ര നാളായി പഠിക്കുന്നു, ഇതെപ്പോഴാണ് നിർത്തുക, ഒരു ജോലിയൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ വാട്ട് ഈസ് ടു ഡു എ PhD എന്നുള്ള ഒരു സംഭവം, എന്താണ് PhD ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു ഫുൾ വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ലാബിൽ പോയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതും കൂടിയാണ് കേട്ടോ.